നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ സുരക്ഷയ്ക്ക് റഷ്യ ഏറ്റവും വലിയ ഭീഷണിയാണെന്നും റഷ്യയുമായുള്ള യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും ബ്രിട്ടന്റെ ചാരശൃംഖലയായ MI6ന്റെ പുതിയ മേധാവിയായ ബ്ലെയ്സ് മെട്രുവേലി കഴിഞ്ഞ തിങ്കളാഴ്ച നശീകരണാത്മകവും വിപുലവുമായ ആക്രമണത്തെക്കുറിച്ച് പുടിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രിട്ടന്റെ ചാരന്മാർ യുക്രൈനെ കൈവിടില്ല എന്ന സൂചനയും അവർ നൽകുകയുണ്ടായി. US മധ്യസ്ഥതയിലുള്ള സമാധാന കരാറിനെക്കുറിച്ച് ബെർലിനിൽ ചർച്ചകൾ തുടരുമ്പോഴാണ് ഇവരുടെ പ്രസ്താവന. യുക്രൈനിൽ വെടിനിർത്തൽ അംഗീകരിച്ചാലും ഒരു US ഉദ്യോഗസ്ഥൻ സമാധാന കരാർ 90% പൂർത്തിയായി എന്ന് അവകാശപ്പെട്ടാലും ആ രാജ്യത്തിനു മേലുള്ള നമ്മുടെ കാവൽ ഉപേക്ഷിക്കാൻ അതൊരു ഒഴികഴിവായിരിക്കില്ല. MI16 മേധാവി ചൂണ്ടിക്കാണിച്ചതുപോലെ റഷ്യ എക്കാലവും നേരിടേണ്ടത് ഒരു ഭീഷണിയായി തുടരും എന്നാണ് അവർ പറഞ്ഞത്. MI16 മേധാവി ചൂണ്ടിക്കാണിച്ചതുപോലെ റഷ്യ എക്കാലവും നേരിടേണ്ട ഒരു ഭീഷണിയായി തുടരും എന്നാണ് അവർ പറഞ്ഞത്. MI16ന്റെ സമീപകാല പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും സോവിയറ്റ് യൂണിയനെ നിരീക്ഷിക്കുന്നതായിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് ബ്രിട്ടൻ ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷ് സമുദ്രാതിർത്തിക്ക് സമീപം ഒരു റഷ്യൻ സൈനിക കപ്പൽ കണ്ടതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ആക്രമണങ്ങളെക്കുറിച്ച് അടുത്തിടെ ആശങ്ക ഉയർന്നിരുന്നു. ബ്രിട്ടനെ ലക്ഷ്യം വെച്ചെത്തിയ കപ്പൽ എന്തിനെത്തി, എപ്പോൾ എത്തി എന്ന് ചോദിക്കുന്നില്ല. പക്ഷേ ആ കപ്പൽ റഷ്യ അയച്ച ചാരക്കപ്പൽ തന്നെയെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേയറ്റം അപകടകരമായ നീക്കമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡിനടുത്തുള്ള UK ടെറിട്ടോറിയൽ ജലാതിർത്തിക്ക് അടുത്തെത്തിയ റഷ്യയുടെ കപ്പലിനെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേലി പറഞ്ഞ വാക്കുകളാണ് ഇത്. റഷ്യയുടെ യാന്തർ എന്ന് പേരിട്ടിരിക്കുന്ന ചാരക്കപ്പൽ ബ്രിട്ടനിൽ എത്തിയത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ബ്രിട്ടന്റെ അണ്ടർസീ കേബിളുകൾ മാപ്പ് ചെയ്യുന്നതിനും വേണ്ടിയാണ് എന്നാണ് പ്രതിരോധ സെക്രട്ടറിയുടെ വാദം. കപ്പൽ ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച് ബ്രിട്ടീഷ് സൈനിക പൈലറ്റുമാർക്ക് നേരെ ലേസർ ആക്രമണം നടത്തിയെന്ന് ആരോപിക്കുന്ന ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യത്തെ ലേസർ ആക്രമണം ആണ് ഇതെന്നും പറഞ്ഞു. എന്തായാലും കനത്ത ആശങ്കയിലാണ് ബ്രിട്ടീഷ് പ്രതിരോധ മേധാവികൾ. ബ്രിട്ടൻ സമുദ്രത്തിൽ സ്ഥാപിച്ച കേബിളുകൾ യാന്തർ നിരീക്ഷിക്കുന്നു എന്നാണ് ആശങ്ക. ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ളവയുടെ ഡേറ്റകളാണ് ഈ കേബിളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ കേബിളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ 90%വും സാമ്പത്തിക ഇടപാടുകളുടേതാണ്. റോയൽ എൻഫോഴ്സ് നിരീക്ഷണ വിമാനങ്ങളുടെ പൈലറ്റുമാർക്ക് നേരെ ലേസർ രശ്മികൾ യാന്തറിലെ നാവികർ പായിക്കുക കൂടി ചെയ്തതോടെ ഡാറ്റ ചോർത്തൽ നടക്കുന്നു എന്ന ആശങ്ക ബ്രിട്ടന് ശക്തമായിട്ടുണ്ട്. നിരീക്ഷണ വിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് നേരെ ലേസർ രശ്മികൾ പ്രയോഗിക്കുന്നത് പ്രകോപനപരമെന്നാണ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേലി പ്രതികരിച്ചത്. അതീവ അപകടകരമായ പ്രവൃത്തിയാണ് നാവികർ ചെയ്തത്. ബ്രിട്ടനിൽ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്നാണ് പ്രതിരോധ സെക്രട്ടറി വിശദമാക്കിയത്. ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയുന്നുമുണ്ട്. ഈ ആഴ്ച കൂടുതൽ തെക്കൻ മേഖലയിലേക്ക് യാന്തർ സഞ്ചരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സജ്ജരാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഉടൻ തന്നെ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രിക്ക് മറുപടിയുമായി റഷ്യ രംഗത്തെത്തിയിരുന്നു. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സമുദ്രശാസ്ത്ര ഗവേഷണ കപ്പലാണ് യാന്തർ. ബ്രിട്ടന്റെ അണ്ടർ വാട്ടർ ആശയവിനിമയത്തെ ലക്ഷ്യം വെച്ചുള്ളതോ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നതോ ആയ ഒരു കാര്യവും റഷ്യ ചെയ്യുന്നില്ല എന്നാണ് റഷ്യയുടെ എംബസി വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ എന്താണ് യാന്തർ കപ്പലിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ബ്രിട്ടൻ അവകാശപ്പെടുന്നത് പോലെ ഒരു ചാരക്കപ്പലാണോ യാന്തർ? റഷ്യൻ പതാകയും പറത്തി സമുദ്രത്തിൽ കുതിച്ചോടുന്ന യാന്തർ ഗവേഷണ കപ്പൽ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഒരു കപ്പലാണ്. റഷ്യയുടെ സായുധ സേനയുടെ രഹസ്യ വിഭാഗമായ മെയിൻ ഡയറക്ടറേറ്റ് ഓഫ് ഡീപ് സീ റിസർച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഏകദേശം 112 അടി നീളമുള്ള ഈ കപ്പലിൽ വിവിധ ആന്റിനകളും മറ്റു ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രത്തിന്റെ ഉപരിതലത്തിനടിയിലെ ആഴത്തിലുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന മിനി സബ്മറൈനുകളുടെ മാതൃഷിപ്പായി പ്രവർത്തിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. യാന്ത്രിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 സബ്മെർസിബിളുകൾക്ക് 20,000 അടി ആഴത്തിൽ ഏകദേശം ടൈറ്റാനിക് അവശിഷ്ടമുള്ള പ്രദേശത്തേക്കാൾ ഇരട്ടി ആഴത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. സാഹചര്യം കൂടുതൽ അപകടകരമായി കൊണ്ടിരിക്കുന്നതിനാൽ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പോരാടാൻ കൂടുതൽ ബ്രിട്ടീഷുകാർ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ബ്രിട്ടന്റെ സായുധ സേനാ മേധാവിയും മുന്നറിയിപ്പ് നൽകി. റഷ്യ ലോകത്തെ അനിശ്ചിതത്വത്തിന്റെ യുഗത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നാണ് MI6 ചാരമേധാവിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് റിച്ചാർഡ് നൈറ്റിന്റെ പരാമർശം ഉണ്ടായത്. തന്റെ തൊഴിൽ ജീവിതത്തിൽ ഇതുവരെ ഉള്ളതിനേക്കാൾ അപകടകരമാണ് സ്ഥിതിയെന്നും പ്രതികരിക്കാൻ നമ്മുടെ സായുധ സേനയെ ശക്തിപ്പെടുത്തുന്നതിനായി
കാത്തുനിൽക്കാനാവില്ലെന്നും നൈറ്റൺ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. പ്രതിരോധത്തിനുള്ള ഒരു പുതിയ യുഗം എന്നാൽ നമ്മുടെ സൈന്യവും സർക്കാരും നമ്മുടെ അവസ്ഥയിൽ മുന്നേറുക എന്നല്ല, മറിച്ച് നമ്മുടെ മുഴുവൻ രാഷ്ട്രവും മുന്നേറുക എന്നാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പതിവ് സേനയ്ക്കു പുറമെ സജീവമായ കരുതൽ ശേഖരങ്ങളുടെയും കേഡറ്റുകളുടെയും എണ്ണത്തിൽ വലിയ വർധനവ് ഉദ്യോഗസ്ഥർ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് നൈറ്റൺ പറഞ്ഞു. UK അടക്കം പല പ്രതിരോധ മേഖലകളും ഈ കപ്പലിനെ റഷ്യയുടെ ചാരക്കപ്പലായാണ് കണക്കാക്കുന്നത്. കപ്പലിന്റെ പെരുമാറ്റ രീതി കൊണ്ടും സമുദ്രങ്ങളിൽ ചുറ്റിത്തിരിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടുമാണ് ഈ ലേബൽ കപ്പലിന് ലഭിച്ചത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കടലിനടിയിലെ കേബിളുകൾ രഹസ്യമായി മാപ്പ് ചെയ്യുന്നതിനായി റഷ്യ സമീപ വർഷങ്ങളിൽ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമാണ് ഈ കപ്പലിന്റെ വരവെന്നുമാണ് UK അടക്കം പറയുന്നത്. അതിനാൽ തന്നെ UKയുടെ കടലിനടിയിലെ കേബിളുകൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ നിരന്തര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ടുള്ളത്. ഇത് ആദ്യമായല്ല റഷ്യയുടെ ഒരു ചാരനെ മറ്റ് രാജ്യാതിർത്തിക്കുള്ളിൽ കണ്ടെത്തുന്നത്. മനുഷ്യരെ ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനത്തിന് പിന്നാലെ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു എന്ന നിരീക്ഷണം റഷ്യക്കെതിരെ ഉയരാൻ ബെലുഗ ഇനത്തിൽപ്പെട്ട ഒരു തിമിംഗലം കാരണമായിരുന്നു. ആർട്ടിക് മേഖലയോട് ചേർന്ന് കാണപ്പെട്ട ഈ തിമിംഗലം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചാരനാണെന്ന് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. പിന്നീട് ആ കുപ്രസിദ്ധനെ നോർവീജിയൻ തീരത്തിന് സമീപത്തായി ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ തിമിംഗലത്തെ പോലെ തന്നെ സൈനിക ആവശ്യങ്ങൾക്കായി ഡോൾഫിനുകളെ റഷ്യ ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ റഷ്യക്കെതിരെ ആരോപണം ഉയർന്നിരുന്നതുമാണ്. എന്തായാലും ചാരനെ വിട്ടതുകൊണ്ട് കാര്യമില്ല. റഷ്യയ്ക്ക് മുന്നിൽ ബ്രിട്ടൻ അടിയറവ് പറയില്ല. യുക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ബ്രിട്ടൻ പിന്തിരിയില്ലെന്നും ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി. വർദ്ധിച്ചുവന്ന റഷ്യയുടെ ആക്രമണ രീതികൾ മുന്നിൽ കണ്ടതുകൊണ്ട് ശക്തമായ തീരുമാനം തന്നെയാണ് ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ എടുത്തിരിക്കുന്നത്. സമീപ മാസങ്ങളിൽ റഷ്യയിൽ നിന്ന് നേറ്റോയുടെ വ്യോമാതിർത്തിയിലേക്ക് ഡ്രോണുകൾ ആവർത്തിച്ചു കടന്നിട്ടുണ്ട്. സമാനമായ മറ്റ് ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. ഈ ആഴ്ച പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്കുള്ള ഒരു പ്രധാന റെയിൽ ട്രാക്കിലുണ്ടായ സ്ഫോടനത്തിന് പോളിഷ് ഉദ്യോഗസ്ഥർ റഷ്യയെയാണ് പഴിച്ചത്. ആക്രമണങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ മുന്നോട്ടു പോകുന്ന റഷ്യയെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും നിലയ്ക്ക് നിർത്താനുള്ള വഴികൾ നോക്കുകയാണ് നാറ്റോ. പുടിന്റെ ഭരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന റഷ്യൻ ഏജന്റുമാർ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരാകുമെന്നും അല്ലെങ്കിൽ 5 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും ബ്രിട്ടീഷ് സുരക്ഷാ മന്ത്രി ഡാൻ ജാർവിസ് ഇന്ന് പ്രഖ്യാപിച്ചു. സാലിസ്ബറിയിലെ വിഷബാധ, ചാരവൃത്തി, സൈബർ ആക്രമണങ്ങൾ, യുക്രൈൻ അധിനിവേശം എന്നിവയുൾപ്പെടെയുള്ള ശത്രുതാപരമായ പ്രവർത്തനങ്ങളിലൂടെ റഷ്യ UK ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് ഹൗസ് ഓഫ് കോമൺസിൽ നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി ജാൻ ഡാർവിസ് പറഞ്ഞു. ഇതോടെ UKയുടെ താൽപര്യങ്ങളുടെ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന രാജ്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന വരാനിരിക്കുന്ന വിദേശ സ്വാധീന രജിസ്ട്രേഷൻ പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന നിരയിലേക്ക് റഷ്യയെ ചേർക്കും. യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള UKയുടെ ശക്തമായ നീക്കങ്ങളിൽ ഒന്നാണ് ഇത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഫിർസ് പദ്ധതി ആദ്യമായി UKയിലെ ഒരു വിദേശ ശക്തിക്കോ സ്ഥാപനത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ആരെയും അവരുടെ പ്രവർത്തനങ്ങൾ സ്വയം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അറസ്റ്റും പ്രോസിക്യൂഷൻ നേരിടാനോ നിർബന്ധിതരാക്കും. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രവർത്തനം തടയിടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പ്രസിഡന്റ് പുടിൻ റഷ്യയിലെ സർക്കാർ ഏജൻസികൾ, സായുധ സേന, ഇന്റലിജൻസ് സർവീസുകൾ, പോലീസ് സേനകൾ, ജഡ്ജിമാർ എന്നിവരുൾപ്പെടെയുള്ള അധികാരികൾ ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് മന്ത്രി ജാർവിസ് പറഞ്ഞു. യുണൈറ്റഡ് റഷ്യ പോലുള്ള ചില റഷ്യൻ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഉൾപ്പെടും. നേരത്തെ ഈ നിയമത്തിന് കീഴിൽ ആദ്യമായി ഇറാനെയാണ് സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിച്ചത്. റഷ്യക്കെതിരായ ഇത്തരമൊരു തുറന്ന നീക്കം UKയുടെ ഭാഗത്തുനിന്ന് ആദ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചൈനയെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. എന്നാൽ ഇതിൽ പ്രതികരിക്കാൻ മന്ത്രി വിസമ്മതിച്ചു. ഇതോടെ വൈകാതെ ചൈനയും ഈ പട്ടികയിലേക്ക് ചേർക്കപ്പെടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ എതിർക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. ഈ സാഹചര്യത്തിലാണ് അവരുടെ പുതിയ നീക്കം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. മലയാളി വാർത്ത പ്ലസ്.